ഒരിക്കൽ ഒരു സ്ഥലത്ത് നടന്നതായ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായി പോകുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അങ്ങനെ വിവാഹമെല്ലാം നിശ്ചയിച്ച് എൻഗേജ്മെൻറ്റും കഴിഞ്ഞു ഇരിക്കുകയാണ്. അപ്പോൾ ഈ പയ്യൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്, എവിടെയെങ്കിലും പോകുന്നെന്ന് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ 2 ദിവസം തങ്ങുന്നെന്ന 1 ദിവസം തങ്ങുന്നെന്ന പറഞ്ഞ് നീ അവിടെ നിന്ന് പാരൻസിനോട് അനുവാദം ചോദിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വാ, നമുക്ക് 1 ദിവസം ഹോട്ടലിൽ റൂം എടുത്ത് തങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അയ്യോ അത് പാടില്ല, നമ്മുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചേക്കല്ലേ, വിവാഹം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇല്ല ഇല്ല, ഒരൊറ്റ ദിവസം മാത്രം നീ എൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വളരെ സങ്കടമായി. അവൾ ഒത്തിരി എതിർത്തെങ്കിലും അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ അവൾ ശരി, ഒരുമിച്ച് ജീവിക്കേണ്ടതാണല്ലോ, എന്തായാലും എന്നെ ചതിക്കത്തില്ല എന്ന ഒരു വിശ്വാസത്തോടെ ആ പെൺകുട്ടി ആ പയ്യൻ്റെ കൂടെ ചെന്ന് ഒരു റൂം വാടകയ്ക്കെടുത്ത് അവർ 1 ദിവസം തങ്ങിക്കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ അവർ പിരിഞ്ഞു. പിന്നെ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ ഫോൺ വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എനിക്കിനി നിന്നെ വേണ്ട, ഒരു പരിചയമില്ലാത്ത ഒരു വിവാഹം നിശ്ചയിച്ചു ശരിയാ, പക്ഷേ നിനക്കെന്നെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ റൂമിൽ 1 ദിവസം നൈറ്റ് വന്നിരുന്നെങ്കിൽ നീ ഇതുപോലെ എത്ര പേരെ കൂടെ ജീവിച്ചെന്ന് എനിക്കറിയത്തില്ല, നിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു പാർട്ണർ അല്ല നീ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞു. അവളുടെ വിവാഹം മുടങ്ങി. അവൾ മരിക്കാൻ തീരുമാനിച്ചു. ഞരമ്പൊക്കെ കട്ട് ചെയ്ത് അവൾ മരണാശയിൽ കിടക്കുമ്പോൾ ദൈവം അവളോട് സംസാരിക്കുകയാണ്, നീ മരിക്കരുത്, നിനക്ക് വേണ്ടി ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചതാ, നീ എന്നിലേക്ക് നോക്കുക, നിൻ്റെ പാപത്തെ നീ കഴുകി, നീ എന്നിലേക്ക് നോക്കി എന്നിലേക്ക് തിരിയുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വളർന്ന കാലമല്ല ഇന്നത്തെ കാലം. എവിടെയും ചതിക്കുഴികളും കുടുക്കുകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ നമ്മളായിരുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ചതിക്കുഴികളിൽ ചെന്നപ്പെടും. അപ്പോൾ പാരൻസ് വളരെ കെയർഫുള്ളായിരിക്കുക. ഓക്കെ.